അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആനിലെ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 142-ാമത്തെ ആയത്താണ്. റഹ്മുറാഹിമായ രാജാതിരാജനായ മലിക്കിൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായുമൊക്കെ ചെയ്തുപോയ എല്ലാ പാപങ്ങളും നീ ഞങ്ങൾക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സു നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, നീ ഞങ്ങളിലുള്ള രോഗങ്ങൾക്ക് പൂർണ്ണ ശിഫ നൽകണേ അല്ലാ. മാരകമായ ഒരൊറ്റ രോഗവും നീ ഞങ്ങൾക്ക് തരല്ലേ റഹ്മാനേ. അല്ലാഹുവേ, അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും നിന്റെ കാവൽ തന്ന് നീ ഞങ്ങളെ സഹായിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഒരുപാട് കാലം നന്മകൾ ചെയ്ത് മുന്നേറാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ ഖുർആന് പഠിക്കാനും അത് പഠിപ്പിക്കാനും അതനുസരിച്ച് ജീവിച്ചു മരിക്കുവാനും നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉദവി ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ അമലുകളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് പാകപ്പിഴവുകളുണ്ട് റബ്ബേ ഞങ്ങളുടെ അമലുകളിൽ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ അമലുകളെല്ലാം തുച്ഛമാണ് റബ്ബേ, തുച്ഛമാണ് റബ്ബേ, തുച്ഛമാണ് റബ്ബേ. അല്ലാ, നീ ഞങ്ങളോട് പൊറുക്കണേ അല്ലാ. നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ. ഞങ്ങളുടെ അമലുകൾ തുച്ഛമാണെങ്കിലും നീ അതെല്ലാം സന്തോഷപൂർവം സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. അവരോട് നീ കരുണ കാണിക്കണേ റഹ്മാനേ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ട് അല്ലാ, അവർക്ക് ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് കൊടുക്കണേ റഹ്മാനേ. മരണപ്പെട്ട് ഖബറിൽ കഴിയുന്ന മാതാപിതാക്കളുണ്ട് അല്ലാ. അല്ലാഹുവേ, അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും സലാമത്തും സ്വർഗവും കൊടുക്കണേ അല്ലാ. സ്വർഗവും കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, എല്ലാ ബലാല് മുസീബത്ത് ഇടങ്ങേറുകൾ സർവമാന ഷർറുകളും അല്ലാഹുവേ, സർവമാന ഷർറുകളെ തൊട്ടും നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ. എല്ലാവിധ ഷർറുകളും ഞങ്ങളിൽ നിന്നും നീ അകറ്റിത്തരണേ റഹ്മാനെ. ജീവിതത്തിലുടനീളം ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റബ്ബേ, അവരുടെ കാര്യങ്ങളെല്ലാം അറിയുന്നവനേ, നീ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണേ അല്ലാ. ഹിദായത്ത് കൊടുക്കേണ്ടവർക്ക് നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നമ്മെ എല്ലാവരെയും ദുനിയാവിലും ആഖിറത്തിലും വിജയിപ്പിക്കണേ അല്ലാ. നരകം നീ ഞങ്ങൾക്ക് ഹറാമാക്കി തരണേ അല്ലാ. സ്വർഗം നീ ഞങ്ങൾക്കെല്ലാവർക്കും നിർബന്ധമാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ഉപജീവനങ്ങളിൽ നീ വിശാലത ചെയ്യണേ റഹ്മാനേ. ഉപജീവനത്തിനായി ഒരുപാട് പേര് അലയുന്നുണ്ട് റബ്ബേ. അവർക്ക് ഓരോരുത്തർക്കും അനുയോജ്യമായ ഉപജീവനങ്ങൾ കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, പലസ്തീൻ കുഞ്ഞുങ്ങൾ കരച്ചിലാണ് റബ്ബേ. അല്ലാഹുവേ, അവിടെയുള്ള മുഅ്മിനീങ്ങൾ ദുഃഖത്തിലാണ് റബ്ബേ.
ദുരിതത്തിലാണ് റബ്ബേ. അല്ലാഹുവേ, അവർ നെട്ടോട്ടത്തിലാണ് റബ്ബേ. അവർക്ക് വിജയം കൊടുക്കണേ അല്ലാ, അവർക്ക് ശാന്തി കൊടുക്കണേ അല്ലാ, അവർക്ക് സമാധാനം കൊടുക്കണേ അല്ലാ. അവർക്ക് വേണ്ടി വാദിക്കാൻ ലോകങ്ങളെയെല്ലാം നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അവർക്ക് എതിരിൽ പ്രവർത്തിക്കുന്ന ശക്തികളെയെല്ലാം നീ ഒറ്റപ്പെടുത്തണേ അല്ലാ. എല്ലാത്തിനും കഴിവുള്ള റബ്ബേ, നീ ആ മക്കളെ സഹായിക്കണേ അല്ലാ. ഫലസ്തീൻ മുഅ്മിനീങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാ പേരെയും നീ സഹായിക്കണേ അല്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സയഖൂലു സുഫഹാഉ മിനൻ നാസി മാ വല്ലാഹും അൻ ഖിബ്ലതിഹിമുല്ലതീ കാനൂ അലൈഹാ ഖുൽ ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബു യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. സ്വദഖല്ലാഹുൽ അലീം. അല്ലാഹു പറയുകയാണ്, സയഖൂലു സുഫഹാഉ മിനൻ നാസി മാ വല്ലാഹും അൻ ഖിബ്ലതിഹിമുല്ലതീ കാനൂ അലൈഹാ. നമസ്കാരവേളയിൽ മുമ്പ് തിരിഞ്ഞു നിന്നിരുന്ന ഭാഗത്ത് നിന്ന് തങ്ങളെ പിന്തിരിപ്പിക്കുവാൻ കാരണമെന്തെന്ന് ചില വിഡ്ഢികൾ നിന്നോട് ചോദിക്കുന്നു നബിയേ. അപ്പോൾ അല്ലാഹു പറയുകയാണ് വീണ്ടും, ഖുൽ സയഖൂലു സുഫഹാഉ മിനൻ നാസി മാ വല്ലാഹും അൻ ഖിബ്ലതിഹിമുല്ലതീ കാനൂ അലൈഹാ. നല്ലതുപോലെ ശ്രദ്ധിക്കണം. നമസ്കാരവേളയിൽ മുമ്പ് തിരിഞ്ഞു നിന്നിരുന്ന ഭാഗത്ത് നിന്ന് തങ്ങളെ പിന്തിരിപ്പിക്കുവാൻ കാരണമെന്തെന്ന് ചില വിഡ്ഢികൾ നിന്നോട് ചോദിക്കുന്നുണ്ടല്ലോ നബിയെ. അതിന് മറുപടി കൊടുക്കണം നബിയെ. ഖുൽ ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബു. കിഴക്കും പടിഞ്ഞാറും എല്ലാ ഭാഗങ്ങളും അല്ലാഹുവിനുള്ളതാകുന്നു. യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. താൻ ഉദ്ദേശിക്കുന്നവരെ, അഥവാ അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലേക്ക് അവൻ വഴി കാണിക്കുന്നതാണ്. നമുക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത്? പ്രവാചകരും കൂട്ടരും പണ്ട് നമസ്കരിച്ചു കൊണ്ടിരുന്നത് ബൈത്തുൽ മുഖദ്ദസിലേക്കായി. അങ്ങോട്ട് ഖിബില തിരിഞ്ഞു നിന്നുകൊണ്ട്, മുഖത്തെ അങ്ങോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ടാണ് നിസ്കരിച്ചത്. ബൈത്തുൽ മുഖദ്ദസിൻ്റെ നേരെയായിരുന്നു നമ്മളുടെ മുഖം. അന്നൊക്കെ റസൂലും സഹാബത്തുമൊക്കെ നിസ്കരിച്ചു. മദീനയിൽ ജീവിതം തുടങ്ങി. അള്ളാഹുവിൻ്റെ റസൂലും സഹാബത്ത് മദീനയിൽ നല്ലതുപോലെ ജീവിതം തുടങ്ങി. 2-ാം വർഷമായപ്പോൾ നമസ്കാരത്തിൻ്റെ ഖിബില മക്കയിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്തത്. അതിനെ കളിയാക്കിക്കൊണ്ടാണ് അന്നത്തെ ബനു ഇസ്രായേൽ, യഹൂദികളും നസ്രാക്കളും ബഹുദൈവ വിശ്വാസികളായ അറബികൾ, അവരെ പറയാതിരിക്കാൻ നിർവാഹമില്ല, 3 കൂട്ടരുമുണ്ട്. യഹൂദികളും അഥവാ ജൂതരും, നസ്രാക്കളും അഥവാ ക്രിസ്ത്യാനികൾ, ബഹുദൈവ വിശ്വാസികൾ.
ഈ 3 കൂട്ടരും കൂടി പ്രവാചകനോട് ചോദിക്കുകയാണ്, മുഹമ്മദ്, സഹാബക്കളെ കാണുമ്പോൾ ചോദിക്കും, നിങ്ങളുടെ മുഖത്തിരിച്ചിലൊക്കെ മാറ്റി, മനസ്സിലായില്ലേ എന്നവർ ചോദിച്ച് കളിയാക്കാറുണ്ട്. അങ്ങനെ അള്ളാഹു പ്രവാചകനോട് പറയുന്നു, ഓ നബിയേ, അങ്ങ് പറഞ്ഞു കൊടുക്കുക, കിഴക്കും പടിഞ്ഞാറും എല്ലാം അള്ളാഹുവിനുള്ളതാകുന്നു. എങ്ങോട്ട് തിരിഞ്ഞു നിന്നാലും അത് അള്ളാഹുവിൻ്റെ മുഖത്തേക്കാകുന്നു. അതുകൊണ്ട് നിങ്ങൾ നമ്മളെ കളിയാക്കേണ്ട കാര്യമില്ല. ഹിദായത്ത് കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. അവൻ ആരെ ഉദ്ദേശിച്ചുവോ അവർക്ക് അവൻ ഹിദായത്തും കൊടുക്കും, നേർമാർഗവും കൊടുക്കുമെന്ന് അള്ളാഹു തറപ്പിച്ചിവിടെ പറയുകയാണ്. കുറച്ചുകൂടി നമ്മൾ വിശദീകരിച്ചാൽ, ഈ മറ്റു കാര്യങ്ങൾക്കെന്ന പോലെ തന്നെ മതത്തിന് ചില ലക്ഷ്യങ്ങളും പരിപാടികളും, രണ്ടും ശരിക്ക് വേർതിരിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ അമളി നേരിടും. അപ്പം എന്നാൽ ഖുർആന് ചില ലക്ഷ്യങ്ങളുണ്ട്. അവയ്ക്ക് ഒരു കാലത്തും മാറ്റമില്ല. പരിശുദ്ധമായ ഖുർആന് ഒരു കാലത്തും മാറ്റമില്ല. എന്നാൽ ആ ലക്ഷ്യങ്ങൾ പ്രാപിക്കാൻ ചില മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിൽ ചില മാറ്റങ്ങൾ വരും. ആ മാർഗങ്ങളാണ് എന്ത്? കിബിലയെ മുഖദ്ദസിൽ നിന്നും മക്കയിലേക്ക് മാറ്റി. അതിനെതിരെയാണ് ഇവർ കളിയാക്കി. അങ്ങനെ കളിയൊന്നും ആക്കണ്ട, നിങ്ങളാണ് വിഡ്ഢികൾ എന്ന് അള്ളാഹു ഇവിടെ പ്രതിപാദിക്കുകയാണ് ചെയ്തത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്ത് നമുക്ക് നാളെ വിശദീകരിക്കാം. ഇന്ന് കുറച്ച് വേറെ കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട്. കാരണം ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്ത് വീഡിയോ ആണെന്ന് വെച്ചാൽ, ആ വീഡിയോയുടെ പേര് വറ്റാത്ത കണ്ണീരുമായി ഒരു ഉമ്മ ഭരതന്നൂരിൽ. ഒരു ഉമ്മ സുഖമില്ലാതെ, അവരെന്ന് ഹോസ്പിറ്റലിലാണ്, ഒരുപാട് പൈസകൾ വേണം. ഒരു അനിയൻ, അവരുടെ ഭർത്താവിൻ്റെ അനുജൻ തളർന്ന് കട്ടിലിൽ കിടക്കുകയാണ്. ആ രംഗങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തു. അപ്പോൾ കുറച്ച് പൈസയും കണ്ട വന്നു എന്നവർ പറഞ്ഞു. അവർക്ക് ഇനിയും ഒരുപാട് സാമ്പത്തികം ആവശ്യമുണ്ട്. അതുകൊണ്ട് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നവരും അതുപോലെ ഈ നമ്മളുടെ ചാനൽ വരിക്കാറായിട്ടുള്ളവരും ഒരു ചെറിയ ഒരു ഓഹരി ആ വീഡിയോ എടുത്തിട്ട് അതിൽ അവരുടെ അക്കൗണ്ട് നമ്പർ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് അവർക്ക് തന്നെ നിങ്ങളാൽ കഴിയുന്നത് അയച്ചു കൊടുക്കണമെന്ന് വിനീതമായി ഒന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം അത്രയ്ക്കും ബുദ്ധിമുട്ടിലാണ് അവർ. ഇന്ന് ആരാപനം നമ്മൾ ദുആയിൽ ഒതുക്കിയിരിക്കുകയാണ്. കാരണം പരിശുദ്ധമായ റമദാനായിട്ട് പോലും പലസ്തീൻ മക്കളുടെ അവസ്ഥ കാണുമ്പോൾ വളരെ സങ്കടം തോന്നുകയാണ്, ദുഃഖം തോന്നുകയാണ്. നമുക്കൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ വല്ലതുകൊണ്ടോ, ഇത്തിരി സാമ്പത്തികം, ഇത്തിരി ശാരീരികം. പക്ഷെ അവരനുഭവിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് മടിയിൽ വെച്ചിരിക്കുന്ന മരണത്തിൽ, കൈയില്ലാത്തത്, കാലുകളില്ലാത്തത്, മൂക്ക് മുറിഞ്ഞത്, ചുണ്ട് വേർപെട്ടത്, രക്തങ്ങൾ ഒലിച്ച് മാതാവിൻ്റെ കയ്യിൽ കിടന്ന് മുഖത്ത് കണ്ണ് ഇങ്ങനെ നോക്കി മരണപ്പെടുന്ന എത്രയോ കുഞ്ഞുങ്ങൾ. ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അള്ളാഹു ഒരു സമയത്ത് അവർക്ക് കുറച്ച് അവധികൾ നീട്ടിക്കൊടുക്കും. അല്ല, അവർ ധരിച്ചു പോകുന്നു എന്ത്, നമ്മളാണ് വിജയികൾ, ലോക പോലീസ് എന്നൊക്കെ. പക്ഷെ അള്ളാഹു അവർക്ക് കുറച്ച് അവധി നീട്ടിക്കൊടുക്കണേ. അവർ എത്രത്തോളം ഉണ്ട് എന്ന് അവർ വിചാരിക്കുന്നു. കൊന്ന് മൊത്തം എടുക്കാൻ സാധ്യമല്ല. അതിനു മുമ്പ് അള്ളാഹുവിൻ്റെ പിടി വീഴും. അതാണ് ചരിത്രങ്ങൾ നമ്മെ മനസ്സിലാക്കി തരും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് മുസ്ലിം ലോകത്തോടും ലോക ജനതയോടും ഒരു 2-3 കാര്യങ്ങൾ അതിനെപ്പറ്റി പറയേണ്ടി വരും. നമ്മളുടെ അറബ് രാജ്യങ്ങൾ എന്തെങ്കിലും ആകട്ടെ, ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മളുടെ അറബ് രാജ്യങ്ങളെങ്കിലും ഈ അനീതിക്കെതിരെ പ്രതികരിച്ചില്ല എങ്കിൽ എത്ര പേര് നമ്മളുടെ രാജ്യം, എത്ര അറബ് രാഷ്ട്രങ്ങളുണ്ട്? ഏതെങ്കിലും ഒരുത്തൻ, മനസ്സിലായോ, ഏതെങ്കിലും ഒരാൾ, ഒരു രാജാവ്, ഒരു പ്രസിഡന്റ്,
ഏവനെങ്കിലും ഒരുത്തൻ ഈ പലസ്തീൻ മക്കൾക്ക് വേണ്ടി നിന്റെ യുദ്ധം നീ നിർത്തട, നിന്റെ അഹങ്കാരം, നിന്റെ അക്രമം നീ നിർത്തട എന്ന് തൻ്റെ ഇടത്തോടു കൂടി ഒരു മുസൽമാൻ, ഒരു മുസ്ലിം രാജ്യം പറയുന്ന ഒരു നിമിഷം ഞാനും നിങ്ങളും കാതോർക്കുകയാണ്. അങ്ങനെ ഉണ്ടാവും? ഒരിക്കലുമില്ല. മക്കയിലെ ഇമാം പറയുന്നു ദുആ ചെയ്യാൻ. എന്തേ അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ദുആ ചെയ്തിട്ട് സ്വീകരിക്കുന്നില്ലേ? നമ്മൾ വളരെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മക്കയിലെ ഇമാമിനൊന്നും ഒരു പവറുമില്ല. മനസ്സിലായില്ലേ? മസ്ജിദിൽ അഖ്സയിലെ ഇമാമിന് ഒരു പവറുമില്ല. ഇവിടുത്തെ പള്ളിയിലെ, നാട്ടിലെ പള്ളിയിലെ, ഭീമാപ്പള്ളിയിലെ ഇമാമിന് പവറുണ്ടോ? ഇല്ല. എല്ലാവർക്കും ഒരേ പവർ തന്നെ. അള്ളാഹു അതൊന്നും നോക്കൂല. അള്ളാഹു നോക്കുന്നത് ഒരുവൻ്റെ തഖ്വയിലേക്കാണ്, ഹൃദയ മനവിശാലതയിലേക്ക്, ശുദ്ധിയിലേക്ക്. അള്ളാഹുവിനെ ഇവൻ എങ്ങനെയാണ് ഭയപ്പെടുന്നത് എന്നാണ് അള്ളാഹു നോക്കുന്നത്. അല്ലാതെ കഅബയിലെ ഇമാമാണെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്വർഗത്തിലാണ്, അദ്ദേഹം നരകത്തിലാണ് എന്നു നമുക്ക് പറയാൻ പറ്റും. അദ്ദേഹം പോസ്റ്റുകൾ ഇട്ടേക്കുന്നു എന്ത്? നമുക്ക് പലസ്തീൻ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ. എന്തേ അദ്ദേഹം അവിടെ ഇരുന്ന് ദുആ ചെയ്താൽ സ്വീകരിക്കത്തില്ലേ? മദീനയിലെ ഇമാമിന് എന്തേ അവിടെ ഇരുന്ന് ദുആ ചെയ്താൽ സ്വീകരിക്കത്തില്ല? എന്തിനാ ഇങ്ങനെ ഫത്വ ഇറക്കണം? എന്നാൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് എന്താണെന്നറിയും? അവിടുത്തെ രാജാവിനോട് പറയണം, ഒരു വാക്കെങ്കിലും ഒന്ന് മിണ്ടടോ എന്ന്. ഈമാനുള്ള മനുഷ്യരാണെങ്കിൽ അങ്ങനെ പറയുമായിരുന്നു. പേടിച്ച് പറയാതിരിക്കുകയാണ്. അവിടുത്തെ നിയമം അങ്ങനെയാണ്. കാട്ടറബികളേക്കാൾ കഷ്ടമാണ് ഇന്നത്തെ അറേബ്യൻ ലോകം. പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്നെ ഒരുപാട് പേര് തെറി വിളിക്കായി. നോ പ്രോബ്ലം, അതൊന്നും എനിക്കൊരു വിഷയമേ അല്ല. പറയാനുള്ളത് ഈ ഒരു ഇരിപ്പിടം കിട്ടിയല്ലോ, അതുകൊണ്ട് ഞാനങ്ങ് പറയുന്നതാണ്. കഅബാലയത്തിൻ്റെ ഫോട്ടോ വെച്ച് അതിനകത്തുനിന്ന് സർവ്വസുന്ദരികളെയും അമേരിക്കയുടെ സുന്ദരികളെ ഇറക്കി വിടുമ്പോൾ സൽമാൻ രാജാവ് അവിടെ ഇരുന്ന് കണ്ട് രസിക്കുകയായിരുന്നു. കഅബാലയം പോലെ ഒരു സാധനം അവിടെ പണിഞ്ഞു വെച്ചിട്ടാണ് മുഴുവനെ നടക്കുന്ന പെണ്ണുങ്ങൾ അവിടെ നിന്ന് ഇറക്കി വിട്ടത്. ആര് പ്രതികരിച്ചു? കഅബാലയത്തിലെ ഇമാം പറയുന്നത് എന്ത്? നിങ്ങൾ പലസ്തീനിലെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ. നാണമില്ലേ ഇമാമേ? അവിടുത്തെ ആ സൽമാനോട് പറയ്, ഒന്ന് മിണ്ടടോ എന്ന്. എന്തേ അങ്ങ് പറഞ്ഞാൽ കേൾക്കില്ലേ? അങ്ങ് ആരെടുത്താ ഈ ദുആ ചെയ്യാൻ പറയുന്നത്? അവിടെ ഇരുന്ന് സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ദുആ ചെയ്താൽ സ്വീകരിക്കുമോ? അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ലോകം പിഴച്ചു പോയി. അലാമത്തുൽ ഖിയാമ. പണ്ഡിതന്മാർ അവർ ദുനിയാവിൻ്റെ പുറകെ പിടിച്ചിരിക്കുന്നു, ദുനിയാവിൻ്റെ പിറകെ പോയിക്കൊണ്ടിരിക്കുന്നു, അധികാരത്തിൻ്റെ ശ്രേണികളിൽ അവർ ലയിച്ചു കൊണ്ടിരിക്കുന്നു, ദീനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മക്കയിലെ ഇമാമാവാം, മദീനയിലെ ഇമാമാവാം, പക്ഷേ അവർക്ക് തൻ്റെ ഇടത്തോടുകൂടി ഒരു കാര്യം പറയാനുള്ള ആർജവം, പോട്ടെ ഈമാൻ അവരുടെ മനസ്സിലുണ്ടോ? സംശയിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് അത്ര ദുഃഖമുണ്ട്. ഒരു അറബ് രാഷ്ട്രത്തിൽ ഒരുത്തനെങ്കിലും ഒന്ന് മിണ്ടിയിരുന്നു എങ്കിൽ ഒന്ന് സമാധാനിക്കാമായി. ആ വീഡിയോ ഒക്കെ കണ്ടാൽ നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നെഞ്ചു പൊട്ടിപ്പോവും. മക്കളുള്ളവരും മക്കളില്ലാത്തവരും ഒക്കെ നെഞ്ചു പൊട്ടിപ്പോവും. അത്ര ദയനീയ അവസ്ഥയാണ് പലസ്തീൻ ജനത ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഞാൻ പറയുന്നില്ല. മക്ക ഇമാമിനെ പോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് ദുആ ചെയ്യാനൊന്നും പറയുന്നില്ല. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് പ്രതികരിക്കണം. മനസ്സിലായില്ലേ? എങ്ങനെ പ്രതികരിക്കണം? ദുആ കൊണ്ട്. എങ്ങനത്തെ ദുആ? പ്രതികരിച്ചു കൊണ്ടുള്ള ദുആ ചെയ്യണം. അക്രമികൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് പറയണം. ഒരു ദുആയല്ല വേണ്ടത്, അള്ളാഹുവിനോട് ആവലാതി ബോധിപ്പിക്കണം. മനസ്സിലായില്ലേ? എല്ലാ മുഅ്മിനീങ്ങളും, എല്ലാ ജനങ്ങളും, മുസ്ലിമീങ്ങൾ മാത്രമല്ല, നമ്മളുടെ എല്ലാ ജനങ്ങളും നന്മ ആഗ്രഹിക്കുന്നു. മക്കളോട് സ്നേഹമുള്ള ലോകത്തെ എല്ലാ ജനങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. എന്ത്? നിങ്ങൾ ആ പലസ്തീൻ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പോരാടണം. ഒരു വാക്കെങ്കിലും നല്ലത് പറയണം. ഇസ്ലാമിക ഭരണകൂടങ്ങളെപ്പോലെ, ഇസ്ലാമിക ഭരണമൊന്നും അല്ലേ, അള്ളാൻ്റെ റസൂല് ആ പരിശുദ്ധമായ മക്കയിൽ, മദീനയിൽ അങ്ങനെ വന്നതുകൊണ്ട് ഇവന്മാരൊക്കെ ഇന്ന് സുഖിച്ച് ജീവിക്കും. നോമ്പൊക്കെ എന്താണ് അവർ പിടിക്കുന്ന നോമ്പ്? റഹ്മത്തുൽ ആലമീനെ രാവിലെ സുബഹി തൊട്ട് ഉറക്കും.
ഉറങ്ങി ഒരു മുസാബും കയ്യിൽ, വല്ല ജോലിയൊക്കെ ഗവൺമെൻറ് ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു മുസാബും എടുത്ത് കയ്യിൽ വെച്ച് അവരാ ഇരിപ്പിടത്തിൽ വന്നിരിക്കും. രാത്രി മൊത്തം തീറ്റി. ഇന്നും അന്നും എന്നും ഇവന്മാരിങ്ങനെ തന്നെയാണ്. സുഖിച്ച് സുഖലോലുപന്മാരായി ജീവിക്കുന്ന കുറേ വർഗമായി അധപ്പതിച്ചു പോയി അറബികൾ. അള്ളാൻ്റെ റസൂൽ അറബിക്കൂട്ടത്തിലല്ല ജനിച്ചത്, സുന്ദരമായ സുഖസുന്ദരമായ മനസ്സിലായി ഒരു കുടുംബത്തിലാണ്, ആണത്തമുള്ള കുടുംബത്തിൽ. അബൂജഹലിലേക്ക് മുഖത്ത് നോക്കി പറഞ്ഞില്ലേ, ഏ അബൂജഹൽ, നീ കാണിക്കുന്നത് അനീതിയാണ്, ആ കൊച്ചിനെ നീ വിടൂ അബൂജഹൽ. റസൂലുള്ളാഹി നടന്നു, ഞാൻ ചരിത്രം പറയാം, ഇന്നിപ്പോൾ അങ്ങനെ പറയുകയാണ്. റസൂലുള്ളാഹി നടന്നു പോകുമ്പോൾ അബൂജഹൽ ഒരു പെണ്ണിനെ കൈക്ക് പിടിക്കുന്നതായിട്ട്, അന്ന് പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുമല്ലോ, ഇദ്ദേഹം എന്തിനാണോ പിടിച്ചത് എന്ന് റസൂലിന് അറിയില്ല. പിടിച്ച് ആ കുട്ടി കുതർന്ന സമയത്താണ് അബൂജഹലിനെ പേടിയാണ് എല്ലാവർക്കും. അബൂജഹലിനോട് ഏ അബൂജഹൽ, ആ കുട്ടിയെ വിടൂ, ഏ അബൂജഹൽ എന്ന് വിളിച്ചപ്പോൾ തന്നെ പേടിച്ച് വിറച്ചുകൊണ്ട് അബൂജഹൽ പിന്നോട്ട് മാറിയെന്ന് ചരിത്രം പറയും. മനസ്സിലായി? ആ അബൂജഹലിൻ്റെ ഈമാൻ പോലും ഇന്നത്തെ മക്ക ഇമാമായാലും ഏത് ഇമാമായാലും ഏത് സൽമാൻ രാജാവായാലും ഏത് ദുബൈ രാജാവ്, സുബ്ഹാനല്ലാഹ്, ദുബൈയിലെ ചരിത്രമൊക്കെ പറഞ്ഞാൽ റഹ്മത്തുൽ വേശ്യാലയം പോലും തോറ്റുപോകുന്ന നാറിയ ചരിത്രങ്ങളെ ദുബൈയും അബുദാബി ഷാർജ ഒക്കെ പറയാനുണ്ട്. പിന്നെ ഖത്തർ അമീർ കുറച്ച് ഭേദമുണ്ടെന്ന് തോന്നുന്നു, അദ്ദേഹം ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്ന കാണാം. അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ മുസ്ലിമീങ്ങൾ ഒന്നിക്കിടത്തോളം കാലം, അറബ് രാജ്യങ്ങൾ ഒന്നിക്കിടത്തോളം കാലം ആ പലസ്തീന് മോചനമുണ്ടാവുമോ? ഉണ്ടാവും. നീയൊക്കെ ഒറ്റയ്ക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലസ്തീൻ്റെ ജനത ചിരിക്കും. ആരുടെ ബലത്തിലാണെന്നറിയാമോ? ആരുടെ ബലത്തിലാണ് പലസ്തീൻ ജനത ചിരിക്കുന്നത്? അവരുടെ ഈമാൻ്റെ ബലത്തിൽ, പലസ്തീൻ മക്കളുടെ ഈമാൻ്റെ ബലത്തിൽ അവർ ചിരിക്കും. ആ ചിരിക്കുന്ന അവസരത്തിൽ ഇന്ന് സുഖലോലുപരായി കഴിയുന്ന അറേബ്യൻ രാജ്യങ്ങളെ നിങ്ങളന്ന് ഖേദിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ആ സമയമൊക്കെയാണ് ഈസാ നബി യജൂജ് മൗജ് അങ്ങനെയൊക്കെ വരുന്നത്. അതിനെപ്പറ്റിയൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, പോട്ടെ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ മുസ്ലിം സഹോദരങ്ങളോടും മനസ്സാക്ഷിയുള്ള ലോകജനതയോടും ഞാൻ പറയുകയാണ്, നിങ്ങൾ ഫലസ്തീൻ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്താൽ പോരാ, നമ്മൾ പ്രതികരിക്കണം. ഒരു വാക്കുകൊണ്ട്, ഒരു നോക്കുകൊണ്ട്, നമ്മളെക്കൊണ്ട് പറ്റുന്നതാണ് പ്രതികരിക്കണം. ഒരു ചെറിയ പോസ്റ്റ് ഫേസ്ബുക്കിലിട്ടു, ഒരു യൂട്യൂബിലൊരു പോസ്റ്റ്, ഞാൻ ഫലസ്തീൻ മക്കളുടെ കൂടെയാണ്. എത്ര അന്തസ്സാണെന്നറിയാം. അല്ല കബാലയത്തിൽ ഇരുന്നിട്ട് കയറി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണേ, ഞാൻ ഇവിടെ സ്വർഗത്തിലിരിക്കട്ടെ. ഞാൻ ഇമാമിനെ കുറ്റം പറഞ്ഞതല്ല, പക്ഷെ അവരുടെ ആ ഒരു ഈമാൻ്റെ ബലഹീനതയാണ് ഞാൻ ചൂണ്ടിക്കാട്ടുന്നത്. മനസ്സിൽ നിങ്ങൾ വിചാരിക്കും ഇയാൾ ആരുടെ ആവുകയും ഞാൻ ആരോ ആയിക്കൊള്ളട്ടെ. എന്നാലും അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ എന്തൊരു മനസ്സാക്ഷിയാണ് ഇവരൊക്കെ. ആ സൽമാനോട് പറഞ്ഞാൽ പോരെ, എടാ സൽമാനെ, നീ ഒന്ന് പറയടോ, നീ പറഞ്ഞാൽ ബാക്കിയുള്ളവർ കേൾക്കുമടാ എന്ന് ഇദ്ദേഹത്തിന് ഒന്ന് പറയാം. ഒന്നുമില്ലെങ്കിൽ റസൂലുള്ളാഹിൻ്റെ നാടല്ലേ, ആ ഒരു ആണത്തമെങ്കിലുമാർ കാണിക്കല്ലേ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നേ എനിക്ക് പറയാനുള്ളൂ. അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു പൊറുക്കുന്നവനാണ്, അവൻ ആർക്കുദ്ദേശിക്കുന്നവോ അവൻ പുറത്തു കൊടുക്കും. പാപം പൊറുക്കണേ ഗഫൂറേ അല്ലാഹ്, കരുണ ചൊരിയണേ റഹ്മാൻ അല്ലാഹ്. ഖുർആൻ പഠിച്ചവൻ, ഖുർആൻ 6666 പഠിച്ചവൻ, അവൻ ആരെയും കുതറേണ്ട കാര്യമില്ല, അവൻ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അള്ളാഹു എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി വിവരിച്ചു തന്ന പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഏതൊരാൾക്കും അവൻ്റെ ബുദ്ധി കൊണ്ട്, അവൻ്റെ ചിന്താശക്തി കൊണ്ട് ആ ഖുർആൻ പറയുന്ന കാര്യങ്ങളെ തൊട്ട് അവന് ജീവിതം മുന്നോട്ട് നയിക്കാൻ ഉള്ള ആർജവം അള്ളാഹു തന്നെ കൊടുക്കുമത്രേ. ഖുർആനെ വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല, അതിനെ അറിയേണ്ട രീതിയിൽ പഠിക്കണം. പാപം പൊറുക്കണേ ഗഫൂറേ അല്ലാഹ്, കരുണ ചൊരിയണേ റഹ്മാൻ അല്ലാഹ്.
മാപ്പ് ഇതാ നൽകേ ഞങ്ങൾക്ക് അല്ലാ. മാപ്പ് കൊടുക്കുന്നവൻ നീയും അല്ലാ. കടലിൽ വസിക്കുന്ന മത്സ്യം പോലും ശ്വാസം വിടുന്നതും തസ്ബീഹാണേ. ഞങ്ങൾ അരുംപാപികൾ അമലും കുറഞ്ഞവർ തന്നെയാണേ. അല്ലോ നമുക്കെല്ലാം അമൽ കുറവാണേ. അമലിൽ ഒരുപാട് പിഴവും തന്നെ. അല്ലാ ഇതാ ഞങ്ങളിൽ മാപ്പ് നൽകേ. ദുനിയായിതാഹിറം മാപ്പ് നൽകേ. സുഖിച്ചും മതിച്ചുമായി കഴിയുന്നോരും നിന്റെ അടിമകൾ പലരുമുണ്ടേ. അതിലും മുസൽമാൻ്റെ നാമം പേറി സർവാതിക്രമം നടമാടുന്നോർ. അതിനും പഴീതാ ഞങ്ങൾക്കാണേ. അല്ലാ നമുക്കെല്ലാം നിൻ കാവൽ നൽകേ. കുഞ്ഞേ കരച്ചിലും പെരുത്ത് തന്നെ. പലസ്തീൻ്റെ കാര്യമാണ്. ഫലസ്തീനിതാ മക്കൾ അവരെ താനേ. കുഞ്ഞേ കരച്ചിലും പെരുത്ത് തന്നെ. പലസ്തീനിതാ മക്കൾ അവരേതാണേ. നഫ്സും ഇതാ ചിതറി കഷണം കഷണം. കുഞ്ഞും നിതാമേനികൾ മരിച്ചു തന്നെ. നഫ്സും ഇതാ ചിതറി കഷണം കഷണം. കുഞ്ഞും ഇതാമേനികൾ മരിച്ചു തന്നെ. അല്ലാഹ് ഇത് കാണാൻ കരുത്തില്ലായോ. അല്ലാഹ് ഇത് കാണാൻ കരുത്തില്ലായേ. അവർക്കും ഇതാ കവചം കൊടുക്കേ അല്ലാഹ്. അല്ലാഹ് ഇത് കാണാൻ കരുത്തില്ലായേ. അവർക്കും ഇതാ കവചം കൊടുക്കേ അല്ലാഹ്. പലസ്തീനിതാ മക്കൾ അവർക്ക് അല്ലാഹ് വിജയം കൊടുത്ത് നീ വിജയിപ്പിക്കേ. പലസ്തീനിതാ മക്കൾ അവർക്ക് അല്ലാഹ് വിജയം കൊടുത്ത് നീ വിജയിപ്പിക്കേ. ആരും പടച്ചോനെ അവർക്ക് തുണ ഇല്ല. ഇതാ നീയും അല്ലാതില്ലേ. അല്ലാഹ് ആരും പടച്ചോനെ അവർക്ക് തുണ ഇല്ല. ഇതാ നീയും അല്ലാതില്ലേ. അല്ലാഹ് ഇത് ചെയ്യുന്നതും അവരെ വെറുതെയും വിടല്ലേ നീയും. അല്ലാഹ് ഇത് ചെയ്യുന്നതും
അവരെ വെറുതെയും വിടല്ലേ നീയും. കരയാനിതാ ഞങ്ങൾ ദുആ ചെയ്യാനും അതിനെ കരുത്തുള്ളേ റഹീമായോനേ. കരയാനിതാ ഞങ്ങൾ ദുആ ചെയ്യാനും അതിനെ കരുത്തുള്ളേ റഹീമായോനേ. അല്ലാഹുവേ, കരുത്തുള്ളവരാരും മിണ്ടുന്നില്ല റബ്ബേ. കരുത്തില്ലാത്ത ഞങ്ങൾ ഇതുപോലെയെങ്കിലും പ്രതികരിക്കുന്നുണ്ട് റഹ്മാനെ. കരുത്തുള്ള എത്രയോ എണ്ണമുണ്ട് റബ്ബേ. നീ അവരെയെല്ലാം നോക്കിക്കാണുക തന്നെ ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം. അവരാരും മിണ്ടുന്നില്ലല്ലോ അല്ലാ. കനിയേണേ കരുത്തും തായേ, സുഖവും സമാധാനവും തരണേ അല്ലാ. അല്ലാ കനിയേണേ കരുത്തും തായേ, സുഖവും സമാധാനവും തരണേ അല്ലാ. നരകം ഹറാമാക്കി സ്വർഗം തായേ, മുത്ത് നബിയോർക്ക് ഗുണവും ചെയ്യേ. നരകം ഹറാമാക്കി സ്വർഗം തായേ, മുത്ത് നബിയോർക്ക് ഗുണവും ചെയ്യേ. അതുപോലെ തന്നെ എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് കേരളത്തിൽ ഒരുപാട് നേതാക്കളുണ്ട്, ഒരുപാട് സമുദായ നേതാക്കളും ആലിമീങ്ങളും എന്താണ് ഉണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം, യു.പിയിലും ബീഹാറിലുമൊക്കെ ഒരുപാട് നമ്മളുടെ ഉത്തരേന്ത്യൻ മേഖലയിൽ, നമ്മളുടെ ഉത്തരേന്ത്യൻ മേഖലയിൽ ഒരുപാട് മുസ്ലിമീങ്ങൾ ഒരുപാട് ക്രൂരതകൾ അനുഭവിക്കുന്നു. ഒരുപാട് പേരുടെ മുസ്ലിമീങ്ങളുടെ വീടുകൾ ഇടിച്ചു നിരത്തപ്പെടുന്നു. ഇതാ അവരുടെ കടകളെല്ലാം തച്ചുടയ്ക്കപ്പെടുന്നു. അവരുടെ ഭാര്യമാരെയെല്ലാം ഇതാ വിധവകളാക്കുന്നു, ബലാസംഗങ്ങൾ ചെയ്യുന്നു. എന്തെല്ലാം വാർത്തകളാണ് ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിൽ എത്രയോ ഒന്നോ രണ്ടോ അല്ല, ഒരുപാട് മതനേതാക്കളും ആലിമീങ്ങളും ഉണ്ട്. എടോ യോഗി, ഇനി മേലാൽ നീ മുസ്ലിമിൻ്റെ വീട് നീ ആക്രമിച്ചു പോയാൽ നിനക്ക് വേണ്ട നടപടി ഞങ്ങൾ സ്വീകരിക്കുമെന്ന് ഒരാൾ പറഞ്ഞാൽ അത് കേൾക്കുന്ന യോഗിയാണ്. എൻ്റെ കേരളത്തിലെ ഒരുപാട് നേതാക്കളുണ്ട്, ഒരുപാട് ആത്മീയ പണ്ഡിതന്മാരുണ്ട്. എന്തേ അവരാരും മിണ്ടാത്തത്? യോഗിയോട് പറഞ്ഞാൽ പേടിച്ച് തൂറും യോഗി. കാരണമുണ്ട്, ഞാനത് പറയുന്നില്ല. പക്ഷേ ഇവരാരും മിണ്ടാത്തതെന്തേ? ഈമാൻ, ഈമാൻ, ഈമാൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا رب ارحمهما كما ربياني صغيرا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. ഇതെല്ലാം കേട്ടുകൊണ്ട് നാളെ വാളുമായിട്ട് എന്നെ കൊല്ലാനായിട്ട് നിങ്ങൾ വരണ്ട. നിങ്ങൾ കാണുന്നതിൻ്റെ മറുകരയാണ് ഞാൻ കാണുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.